എന്തുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം ലുലുവിന്റെ മാൾ പ്രഖ്യാപിച്ചതുപോലെ ഉയരുന്നില്ല? ഏവരും കുറ്റപ്പെടുത്തിയത് ലുലുവിനെയാണെങ്കിലും ഇപ്പോഴിതാ ലുലുവിന്റെ ഉടമയായ എം.എ. യൂസഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നു ആരുടെ ഭാഗത്തെ പിഴവാണെന്ന്. തൃശ്ശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി തുറന്നടിച്ചു. 2 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വ്യക്തി അനാവശ്യമായി കേസുമായി മുന്നോട്ട് പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയൊരു പ്രൊജക്റ്റാണ് തൃശ്ശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചത്. തൃശ്ശൂർ ചിയ്യാരത്ത് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെടുത്തിയത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ്. 2.5 വർഷമായി കേസ് മുന്നോട്ട് പോകുന്നു. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പല തരത്തിലുമുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശ്ശൂരിൽ ലുലുവിന്റെ മാൾ യാഥാർത്ഥ്യമാകുമെന്നും എം.എ. യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശ്ശൂർ. കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശ്ശൂരിന്റെ സംഭാവനയാണെന്നും യൂസഫ് അലി ഓർമ്മിപ്പിച്ചു. പുതിയ തലമുറയ്ക്കായി തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതി വയ്ക്കുന്ന സാംസ്കാരികപരവും പ്രൊഫഷണൽപരവുമായ മികവ് എടുത്തു പറയേണ്ടതാണ്. ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരിക്കുന്ന കുട്ടികളോട് വ്യക്തമാക്കി. ടി.എം.എ. പ്രസിഡന്റ് സി പത്മകുമാർ, മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ പി.വി. നന്ദകുമാർ, ഇസാഫ് സ്മോൾ ഫിനാൻസ് എം.ഡിയും സിഇഒയുമായ കെ. പോൾ തോമസ്, ടി.എസ്. അനന്തരാമൻ, വി. വേണുഗോപാൽ, ടി.ആർ. അനന്തരാമൻ, സിജോ പോന്നൂർ, പി.കെ. ഷാജി എന്നിവരും സംസാരിച്ചു.